നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ അറിവ് നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ്. അത് മറ്റൊന്നുമല്ല, വാട്സാപ്പിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ്. വാട്സാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിലൂടെ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പുതിയ ഡാർക്ക് മോഡ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഒത്തിരി കാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. പക്ഷെ ഇത് ശരിക്കും ടെലഗ്രാമിലും മറ്റും നേരത്തെ തന്നെ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള അവർ നടപ്പിലാക്കിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഡാർക്ക് മോഡ്. പക്ഷെ വാട്സാപ്പ് എന്തുകൊണ്ടോ ഒത്തിരി വൈകിയ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാക്കാൻ. ഇത് ഒത്തിരി വിമർശനങ്ങൾക്കൊക്കെ ശേഷമാണ് വാട്സാപ്പ് ഈ ഒരു ഡാർക്ക് മോഡിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഡാർക്ക് മോഡ് എന്ന് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട്, ഡാർക്ക് മോഡ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മളുടെ മൊബൈൽ നമ്മൾ ചാറ്റ് സ്ക്രീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡാർക്ക് കളർ വരുന്നതിനാണ് നമ്മൾ ഡാർക്ക് മോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. പ്രധാനമായും ഒന്നാമത്തെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് വളരെയധികം ഉപകാരപ്പെടും. അതായത് കണ്ണിന്റെ സ്ട്രെയിൻ വളരെ കുറയും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഡാർക്ക് മോഡ് മൊബൈലിൽ തന്നെ ഡാർക്ക് മോഡ് സെറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ ശരിക്കും നമ്മളുടെ കണ്ണിന് വളരെ സ്ട്രെയിൻ കുറയും. അതായത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരോട് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കി ഇരിക്കരുത് എന്ന് പറയാറുണ്ട്. കുറച്ചു നേരമെങ്കിലും ഇന്റർവ്യൂവിൽ കൊടുക്കാൻ പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത്, നമ്മൾ യുവാക്കൾ എപ്പോഴും ഒരു 90% പേരും കൂടുതലും വാട്സാപ്പിൽ ചാറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്ക്രീനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു സമയം കണ്ണ് കൂടുതൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അതിന് പകരമായിട്ടാണ് ശരിക്കും വാട്സാപ്പ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കളർ വരുമ്പോൾ നമ്മുടെ കണ്ണിന് വളരെയധികം ഒരു കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. അതായത് കണ്ണിന്റെ സ്ട്രെയിൻ വളരെ കുറയുകയാണ് ചെയ്യാണ്. അതൊന്ന്. രണ്ടാമത്തെ ഗുണം, നമ്മുടെ മൊബൈലിന്റെ ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം. അതായത് നമ്മളുടെ ഡാർക്ക് മോഡ് വരുന്നത് കൂടി നമ്മളുടെ ശരിക്കും ബാറ്ററിയുടെ വളരെ കുറച്ച് ചാർജ് മാത്രമേ നമ്മൾ ചാറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്നുള്ളൂ. അത് നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ LED അതായത് ശരിക്കും LED എന്ന് പറയുമ്പോൾ LED നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് പോകുമ്പോഴേക്കും സർവ്വസാധാരണമായിട്ട് സംഭവിക്കാറുള്ളത് ശരിക്കും അത് ഓഫ് ആയി പോകുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ബ്ലാക്കിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിനെ പ്രതിനിധീകരിക്കാൻ LED വളരെ കുറച്ച് ചാർജ് മതി എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് കളർ കൂടുതൽ നേരം വരുമ്പോഴത്തേക്കും അത്രയും കുറച്ച് ചാർജ് LED ഉപയോഗിക്കുള്ളൂ. പ്രത്യേകിച്ച് AMOLED സ്ക്രീനായിട്ടുള്ള മൊബൈലുകളിൽ വളരെയധികം ഗുണം ഉണ്ടാവും. കാര്യം AMOLED എന്ന് പറയുന്നത് ശരിക്കും ബ്ലാക്ക് കളറിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ശരിക്കും വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സാധാരണ LED അപേക്ഷിച്ച്. അപ്പോൾ ഇത് വലിയൊരു ഗുണമുള്ള കാര്യമാണ് രണ്ട് തരത്തിൽ. ഒന്ന്, ചാർജിങ്ങിനാണ് നമ്മൾ ഇത്തവണ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ ചാർജിങ്ങിനും അത് കൂടാണ്ട് നമ്മുടെ കണ്ണിനും വളരെയധികം ഉപകാരപ്പെട്ടൊരു അറിവാണത്. ഇത് ചെയ്യാനായി നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. APK ഫയലാണത്. APK ഫയൽ ഡൗൺലോഡ് ചെയ്യുക. സർവ്വസാധാരണമായ എല്ലാവരും APK ഫയൽ നോക്കുമ്പോൾ നെറ്റ് ഒന്ന് ചുളിയും. പക്ഷെ അത് കാര്യമാക്കണ്ട. കാര്യം ഇത് വാട്സാപ്പ് തന്നെ ഒറിജിനൽ അവരുടെ ഒഫീഷ്യലി അവർ ലോഞ്ച് ചെയ്തേക്കണ APK ഫയലാണ്. അപ്പൊ നമ്മൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്തതിന് എടുത്ത ശേഷം, അതായത് നമ്മൾ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ശരിക്കും നമ്മളുടെ ആ ഒരു പേജിലേക്ക് പോകും. ആ പേജ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഏറ്റവും താഴെ ഡൗൺലോഡ് APK ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മളെ ഡൗൺലോഡ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. നേരെ ഡൗൺലോഡ് ആയി തുടങ്ങിയതിന് ശേഷം തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ APK ഫയലാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മൊബൈലിനത് സെക്യൂരിറ്റിയിൽ പ്രശ്നമുണ്ടെന്നൊക്കെ എഴുതി കാണിക്കും. പക്ഷെ അത് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ആയത് കാരണം ധൈര്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ഓപ്ഷൻ കൊടുക്കുക. ഇൻസ്റ്റലേഷൻ ചെയ്തതിന് ശേഷം അവസാനം ഓപ്പൺ എന്നുള്ള ഒരു മെസ്സേജ് വരും. ആ ഓപ്പൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ വാട്സാപ്പിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വാട്സാപ്പിന് ഒരു ചേഞ്ചും വരുന്നില്ല. ആകെ വരുന്ന ചേഞ്ച് ഈ ഡാർക്ക് തീമിങ്ങിന്റെ
ഇൻസ്റ്റലേഷൻ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർണ്ണമായതിനു ശേഷം നമ്മൾ വാട്സാപ്പിൽ എത്തിക്കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ സെറ്റിംഗ്സിൽ കടക്കാൻ വേണ്ടിയിട്ട് വലതുവശം മുകളിൽ 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ പ്രസ് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മളെ സെറ്റിംഗ്സ് മെനുവിൽ വന്നതിന് ശേഷം ചാറ്റ് മെനു തിരഞ്ഞെടുക്കുക. ചാറ്റ് മെനു തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തീമിൽ ഡാർക്ക് തീം സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ ഡിഫോൾട്ട് തീം സെലക്ട് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് നേരെ ഡാർക്ക് മോഡിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചില ആൾക്കാർ ചാറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരുടെയെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ തീമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് അങ്ങനെയുള്ളവർക്ക് അത്ര എഫക്റ്റീവ് ആവില്ല. പക്ഷെ നമുക്ക് ഒരു സമ്പൂർണമായ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് തീം തന്നെ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനൊന്നും വെക്കാതിരിക്കുക. കാരണം ബാറ്ററിയുടെ ലൈഫ് നമുക്ക് ധാരാളം കിട്ടും. അതുപോലെ കണ്ണിന് ഗുണമാണ്. അതായത് ശരിക്കും ബാറ്ററി കിട്ടുക എന്നതിനെക്കാട്ടിലുപരി നമ്മുടെ കണ്ണിനെ അത് കൂടുതൽ ബാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ യുവാക്കൾ കൂടുതലും വാട്സാപ്പിലാണ് ചാറ്റ്, ടെലഗ്രാം ഉണ്ടെങ്കിൽ കൂടിയും. പക്ഷെ അപ്പോൾ നമ്മൾ അത് ചെയ്തു വെക്കുന്നതിലൂടെ നമ്മളുടെ ബാറ്ററി ലൈഫ് നമുക്ക് ശരിക്കും സേവ് ചെയ്യാൻ കഴിയും. ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ വഴിയുള്ള അപ്ഡേറ്റിൽ എത്രയും പെട്ടെന്ന് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങളുടെ സംശയം ദൂരീകരിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി. അതുകൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വലത്ത് സൈഡിലൊരു ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. അതോടുകൂടി നിങ്ങൾക്ക് അതിൽ തന്നെ നമുക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ, 3 ഓപ്ഷനിൽ മുകളിൽ ഏറ്റവും മുകളിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരും. അതോടുകൂടി നിങ്ങൾക്ക് എപ്പോഴും എല്ലാ വീഡിയോയും കൃത്യമായി കാണാൻ കഴിയും. എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച്, ടെക്നിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വീഡിയോ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ഞാൻ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.